നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. ദേശീയ തലത്തിലെ സംഭവ വികാസങ്ങളുടെ കൃത്യമായ വിശകലനവുമായാണ് രാവിലെ നേഷൻ ഫസ്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് നടക്കാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഈ രാജ്യം ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ഒരു സെഗ്മെന്റ്. അപ്പോൾ നമ്മൾ ആ വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇന്നലെ പശ്ചിമ ബംഗാളിലെ ഒരു റോഡ്, ഒരു ജംഗ്ഷനും ഒരു റോഡുമൊക്കെ ചേർന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് അവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ മാറ്റുകയുണ്ടായി. BJP സർക്കാർ മാറ്റുകയുണ്ടായി. CPIM-ന്റെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ പേരിലുണ്ടായിരുന്ന റോഡാണ്, ആ റോഡിന്റെ പേര് BJP സർക്കാർ മാറ്റുന്നു. അപ്പോൾ വിമർശനവുമായി CPIM-ഉം തൃണമൂൽ കോൺഗ്രസും ഒക്കെ രംഗത്ത് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാകാം, എല്ലാവരും ആരാധിക്കുന്ന, എല്ലാവരും പിന്തുണയ്ക്കുന്ന CPIM പോലെ ഒരു സംഘടന, ഒരു സെക്യുലാർ എന്ന് പറയുന്ന അവർ വിളിക്കുന്ന ഒരു സംഘടന, തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു റോഡിന്റെ പേര്, അത് BJP എന്തിനാണ് മാറ്റിയത്? അത് വേണ്ടിയിരുന്നോ? ഇത്രയും പ്രധാനപ്പെട്ട ഒരാളായിരിക്കുമോ ഈ പേര് മാറ്റപ്പെട്ട ഈ റോഡിന്റെ ഒരു പേരിട്ട ആ വ്യക്തി? അപ്പോൾ എന്തിനാണ് BJP അത് ചെയ്തത്? അങ്ങനെ വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാവപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് കൃത്യമായി മനസ്സിലാകാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവരിത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ റോഡ് ഏത് വ്യക്തിയുടെ പേരിലാണ് ഉണ്ടായിരുന്നതെന്നും എന്തുകൊണ്ടാണ് ആ പേര് മാറ്റിയതെന്നും ജനം TV പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതായത് ബംഗാളിൽ ഹുസൈൻ സുഹ്രവർദി എന്ന വ്യക്തിയുടെ പേരിലുണ്ടായിരുന്ന റോഡിന്റെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് BJP. ഹുസൈൻ സുഹ്രവർദി, ഹുസൈൻ ഷഹീദ് സുഹ്രവർദി എന്നാണ് അയാളുടെ പേര്. ആ പേരാണ് നീക്കം ചെയ്തത്. ഇതിനെതിരെയാണ് CPIM-ഉം തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ ഈ ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. ശരിക്കും ഇയാൾ ആരാണ്? എന്തിനാണ് BJP ഇയാളുടെ പേര് ആ റോഡിന് നീക്കം ചെയ്തത്? റോഡിൽ നിന്നും സുഹ്രവർദി അവന്യൂ എന്നായിരുന്നു പേര്, അത് നീക്കം ചെയ്തു. അത് നോക്കാം. അതായത് വിഭജനത്തിന് മുൻപ് ബംഗാൾ പ്രൊവിൻസിന്റെ പ്രധാനമന്ത്രിയും പിന്നീട് പാകിസ്ഥാന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു ഈ ഹുസൈൻ ഷഹീദ് സുഹ്രവർദി എന്ന് പറയുന്നയാൾ. ഈ മനുഷ്യനെയാണ്, ഇയാളുടെ പേരിൽ ബംഗാളിൽ ഇത്രയും കാലം ആ റോഡ് അറിയപ്പെട്ടിരുന്നു. അതായത് പാകിസ്ഥാന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയുടെ പേരിൽ ഇത്രയും നാൾ ആ റോഡ് അറിയപ്പെട്ടിരുന്നു. അയാളുടെ പേര് മാറ്റിയതിനാണ് ഈ CPIM-ഉം തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഈ ചാടി പുറപ്പെടുന്നത്. CPIM-ന് പാകിസ്ഥാനോടാണോ കൂറ് എന്നുള്ളതാണ് ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇനിയും നോക്കാം ഇയാളുടെ ചെയ്തികൾ എന്തൊക്കെയാണെന്ന്. അതായത് ഇന്ത്യ വിഭജന സമയത്ത് ബംഗാളിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ മുന്നിൽ നിന്നയാളാണ് ബംഗാളിലെ ഈ കശാപ്പുകാരൻ. ബംഗാളിലെ കശാപ്പുകാരൻ എന്നാണ് ഈ വ്യക്തി അറിയപ്പെട്ടിരുന്നത്. ഈ ഹുസൈൻ സുഹ്രവർദി എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല ഈ റോഡിനിട്ടിരിക്കുന്ന പേരിപ്പോൾ കൊൽക്കത്തയിലെ സുഹ്രവർദി അവന്യൂ ഇനി മുതൽ ഗോപാൽ മുഖർജി റോഡ് എന്നറിയപ്പെടും. കാരണം അന്ന് സുഹ്രവർദിയുടെ ഗുണ്ടകളിൽ നിന്നും അനേകം ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിച്ച ധീരനായ ഗോപാൽ പത്ത എന്ന ഗോപാൽ മുഖർജിയുടെ പേരാണ് ഈ റോഡിനിപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ബംഗാളിന്റെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയായ ഈ ഹുസൈൻ ഷഹീദ് സുഹ്രവർദിയുടെ പേരാണ് ഇത്രയും കാലം ഈ സ്വതന്ത്ര ഇന്ത്യയിൽ, ഈ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ഒരു റോഡിനിട്ടിരുന്നത്. അത് മാറ്റിയതിനാണ് ഈ CPIM ഒക്കെ കടന്ന് ഈ കയറ് പൊട്ടിക്കുന്നത്. ഇവരെയൊക്കെ വിശ്വസിച്ച് കേരളത്തിൽ അധികാരം നൽകുകയും ഇവരുടെയൊക്കെ തണലിൽ അന്തി ഉറങ്ങുകയും ചെയ്ത പാവപ്പെട്ട ഹിന്ദുക്കളെ ഓർത്ത് പരിതപിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് സാധിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഏത് മാധ്യമങ്ങളാണെങ്കിലും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഈ നുണയുടെ വാർത്തകൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല. കാരണം ഇന്നലെ നിങ്ങൾ ഈ കഥ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നു, ഇന്ന് നേഷൻ ഫസ്റ്റിൽ ഞങ്ങളത് പൊളിച്ച് കൈ തരികയാണ്. ഇതുപോലെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് തരത്തിലുള്ള നുണ കഥകൾ കെട്ടിപ്പൊക്കിയാലും തൊട്ടടുത്ത ദിവസം നേഷൻ ഫസ്റ്റ് ഉണ്ട് എന്ന് ഓർമ്മ വേണം. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. പ്രിയ പ്രേക്ഷകരെ, പശ്ചിമ ബംഗാളിൽ BJPക്കെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമത്തിലാണ്
മമതാ ബാനർജിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അധികാരം പോയ ശേഷം അവർക്കൊപ്പം നിൽക്കാൻ സ്വന്തം ആളുകൾ പോലുമില്ല. ഓരോ ദിവസവും അണികളും നേതാക്കളും അവരെ വിട്ടു പോവുകയാണ്, ജനപ്രതിനിധികൾ അവരെ വിട്ടു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അവർ പറയുന്നത് BJPക്കെതിരെ CPIM-ഉം കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന, തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംവിധാനം ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. പ്രതിപക്ഷ ഐക്യമുണ്ടാകണം എന്നാണ് അവർ ആഹ്വാനം ചെയ്തത്. അതിനോട് കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും മറുപടി എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കി വരാം. അതായത് ഇവരുടെ ഈ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം ഉൾപ്പെടെയുള്ളവർ. അതിന്റെ കാരണങ്ങളിലേക്ക് വരാം. അതായത് മമതയുടെ കപടമായ ഐക്യ ആഹ്വാനം തള്ളിക്കളയുന്നു എന്നാണ് കോൺഗ്രസ് വക്താവ് സൗമ്യ റോയ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പരസ്യമായി അപഹസിക്കുകയും ചെയ്ത തൃണമൂലുമായി ഇനി ഒരു സഖ്യത്തിനില്ലെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ദേശീയ നേതൃത്വം സോണിയാഗാന്ധി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒന്നും ഈ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ തെരുവിൽ കിടന്ന് ഇടികൊള്ളേണ്ട ഗതി വന്നിട്ടില്ല. അത് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കാണ്. വീടിന് പുറത്തിറങ്ങിയാൽ മുക്കിന് ഇടി കിട്ടുന്ന അവസ്ഥ അത് അവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഉണ്ടായത്. അതവർക്ക് വളരെ കൃത്യമായി അറിയാം. അവർ തയ്യാറല്ല തൽക്കാലം ഈ മമതാ ബാനർജിയുമായി സഖ്യത്തിൽ ആകാൻ. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പരസ്യമായി അപഹസിക്കുകയും ചെയ്ത തൃണമൂലുമായി ഇനി ഒരു സഖ്യത്തിനില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇനി CPIM-ന്റെ കാര്യത്തിലേക്ക് വരാം. അതായത് CPIM പറയുന്നത് മമതാ ബാനർജി തികച്ചും അഴിമതിക്കാരിയും വർഗീയവാദിയുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സ്വേച്ഛാധിപതിയുമായി കൈകോർക്കുന്ന പ്രശ്നമില്ലെന്നും ഈ മുഹമ്മദ് സലീം പറയുന്നു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ പല ആളുകൾ, നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, പൊറോട്ടയടിക്കാൻ നിൽക്കുന്നത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയും വിറക് കീറാൻ നിൽക്കുന്നത് CPIM-ന്റെ ഏരിയ സെക്രട്ടറിയും വെള്ളം കോരാൻ നിൽക്കുന്നത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെയാണെന്ന് തമാശയ്ക്ക് നമ്മൾ പറയുന്നെങ്കിലും CPIM-ന്റെ പശ്ചിമ ബംഗാളിലെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു ഈ മമതാ ബാനർജി ഭരിക്കുമ്പോൾ എന്നുള്ളതാണ്. അവിടെ നിൽക്കാൻ കഴിയാതെ CPIM-ന്റെ സഖാക്കൾ പല നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ പോലും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുമായി ഇനിയൊരു കൈകോർക്കൽ സാധിക്കില്ല എന്നാണ് CPIM പറയുന്നത്. ഏതെങ്കിലും നേതാവ് കൈകോർത്താൽ പിന്നീട് കൈകോർക്കാൻ ആ കൈ അവിടെ ഉണ്ടാകില്ല എന്ന് നേതാക്കൾക്കും അറിയാം. അത്രയേറെ സഹിക്കുകയുണ്ടായിരുന്നു ഈ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ CPIM-ഉം. അപ്പോൾ മമതാ ബാനർജി പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. ചെയ്തു കൂട്ടിയതിനെല്ലാം ഫലം കിട്ടാതെ എവിടെ പോകാനാണ് ഇവരൊക്കെ? കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് ഇതിനാണ്. 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ സമയം. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി വളരെ വേഗം നമ്മൾ പോവുകയാണ്. അതായത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രിയ പ്രേക്ഷകരോടായി നമുക്ക് നൽകാനുള്ളത്. ആഗോളതലത്തിൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യയെ, ഈ ഭാരതത്തെ പല സ്ഥലങ്ങളിലും പോയി പരിഹസിക്കാറുണ്ട്. അതായത് ഈ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ യാതൊരു വിലയുമില്ല, കരുത്തില്ല എന്നൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് ഓരോ നടപടികളുമായി തെളിയിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ആഗോള സൈബർ ഭീഷണികൾ നേരിടുന്നതിനും സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിനുമായി ഇന്ത്യ ഇന്നും നാളെയുമായി ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത. ഈ ബ്രിക്സ് ഉച്ചകോടി, അത് സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം, അതിപ്പോൾ ഇന്നും നാളെയുമായി ഭാരതത്തിൽ നടക്കാൻ പോകുന്നു എന്നതാണ് വാർത്ത. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന നിർണായക യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേതൃത്വം നൽകും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകം ഇന്ന് നേരിടുന്ന പരമ്പരാഗതമല്ലാത്ത സുരക്ഷാ വെല്ലുവിളികൾ എന്ന പ്രമേയത്തിലൂന്നിയായിരിക്കും ചർച്ച നടക്കാനും പോകുന്നത്. അതായത് ഭാരതം ലോകത്തിന് വഴികാട്ടുന്നു. അത് സൈബർ സുരക്ഷയായാലും ഭീകരവാദമായാലും ഏത് കാര്യത്തിലായാലും എങ്ങനെയാണ് ഈ വെല്ലുവിളികൾ നേരിടേണ്ടത് എന്ന് ഭാരതം ലോകത്തിന് വഴികാട്ടുകയാണ്. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്
നേരിട്ട് ഇതിന് നേതൃത്വം വഹിക്കുകയാണ്. അജിത് ഡോവലിനെ കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കൂടി പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അതായത് ശിവസേനയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വാർത്തയിലേക്കാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ അവസ്ഥ പഴയതിനും വളരെ വളരെ കഷ്ടമായി മാറുകയാണ്. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് 9 എംപിമാരാണ് ലോക്സഭയിലുള്ളത്. അതിൽ 6 പേർ പിളർന്ന് ഈ ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേർന്നില്ലെങ്കിൽ അയോഗ്യത വരും. 5 പേർ ഇതിനോടകം തന്നെ പിളർന്നു മാറി എന്നുള്ളത് ഷിൻഡെ വിഭാഗത്തിനും ഉറപ്പായിരുന്നു. ഒരാൾ കൂടി വേണം ഇതിലേക്ക് എത്താൻ. ആ ഒരാൾ കൂടി ഇന്നലെ അവിടെ നിന്നും പിളർന്ന് ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ആ ഒരാൾ കൂടി എത്തുന്നതോടെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ 6 പേരും ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഔദ്യോഗികമായി ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് 6 എംപിമാരും ഔപചാരികമായി ഷിൻഡെ പക്ഷത്തോട് ചേരുന്നതോടെ അയോഗ്യത ഒഴിവാക്കാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷം വിമത വിഭാഗത്തിന് കിട്ടും എന്നതാണ് വാർത്ത. അതായത് 6 എംപിമാരുടെ പേര് കൂടി നമ്മളിപ്പോൾ പറയാം. സഞ്ജയ് ദിന പാട്ടീൽ, സഞ്ജയ് ദേശ്മുഖ്, സഞ്ജയ് ജാദവ്, ബാബു സാഹേബ് വാക്ശുരെ, നാഗേഷ് പാട്ടീൽ അഷ്ടിക്കർ, ഓം പ്രകാശ് രാജെ നിംബാൽക്കർ. ഇങ്ങനെ 6 എംപിമാരാണ് നിലവിലിപ്പോൾ ശിവസേനയിൽ നിന്നും പിളർന്ന് ഷിൻഡെ വിഭാഗത്തിലേക്ക്, ഉദ്ധവ് താക്കറെയുടെ കൂട്ടത്തിൽ നിന്നും ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, ഉദ്ധവ് താക്കറെ പക്ഷത്തു നിന്നും തൃണമൂലിന്റെ 20 വിമതരായിട്ടുള്ള എംപിമാരും ഇനി NCPയിൽ നിന്നും 5 പേർ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ കുറേ അധികം ആളുകൾ എത്തുന്നതോടെ ഇനി കിട്ടാൻ പോകുന്ന BJPയെ NDA സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്നത് ഇതുവരെയും അവർക്ക് ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം പാർലമെന്റിൽ ഇല്ലായിരുന്നു. ആ 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA പോവുകയാണ്. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ശിവസേനയുടെ അവസ്ഥയും പരിതാപകരമായി പോവുകയാണ്. NDAയെ പിന്നിൽ നിന്നും കുത്തി അവർ ഒരിക്കൽ ഉദ്ധവ് താക്കറെ ഈ സഞ്ജയ് റൌത്തിൻ്റെയൊക്കെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. അതിനുശേഷം ഇന്നേ വരെ ആ പാർട്ടി ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ സ്ഥലത്തു നിന്നും വീണ്ടും പുനരാരംഭിക്കുകയാണ്. ദേശീയ തലത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ, കഴിഞ്ഞ ദിവസം വളരെ വൈകി പുറത്തേക്ക് വന്ന വാർത്തകൾ, അതെല്ലാം ചേർത്തുള്ള സെഗ്മെന്റാണ് നേഷൻ ഫസ്റ്റ്. പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂട്യൂബിൽ കമന്റുകളായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ നമ്മളുടെ കമന്റുകളായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനനുസരിച്ച് കൂടുതൽ ഭംഗിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാം. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അതായത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ് വാർത്ത. കുറച്ച് കാലങ്ങളായി ശശി തരൂർ കോൺഗ്രസിനകത്തെ തിരുത്തൽ ശക്തിയായി മാറുന്നു എന്നുള്ളത് പ്രിയ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ രാജ്യത്തെ രണ്ടാമതും പാർട്ടിയും അധികാരവും ഒന്നാമതും നിർത്തി മുന്നോട്ട് പോകുമ്പോൾ തിരുത്തൽ ശക്തിയായി ഈ ശശി തരൂരിനെ പോലെയുള്ളവർ മാറുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഒരു വാർത്ത ഇപ്പോൾ തരൂരുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വരുന്നത്. അതായത് ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിൻ്റെ പേരിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ശശി തരൂർ ഈ അടുത്തിടെ കശ്മീർ സന്ദർശിച്ചിരുന്നു. കശ്മീർ സന്ദർശിച്ച് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കൂടിക്കാഴ്ച കൂടി നടത്തിയ ശേഷമാണ് കശ്മീർ ഇപ്പോൾ സാധാരണ നിലയിലേക്ക്, സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അവിടം സന്ദർശിച്ച് നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തരൂർ അങ്ങനെ പറയുകയും ചെയ്തത്. പക്ഷേ അത് ഇപ്പോൾ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ തരൂർ ശരിക്കും പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക് ഭവനിൽ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹയുമായി എനിക്ക് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. സംസ്ഥാനത്തെ സാഹചര്യം സാധാരണ നിലയിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പോസിറ്റീവ് ഇടപെടലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും നിരവധി വെല്ലുവിളികൾ ബാക്കിയുണ്ടെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം കൂടുതൽ പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമായിരുന്നു ഈ സന്ദർശനം എന്നാണ് തരൂർ പറഞ്ഞത്. അതായത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ
കശ്മീരിൽ കല്ലെറിയാൻ നടന്നവരൊക്കെ തന്നെ ഇപ്പോൾ ആപ്പിളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജീവിക്കുകയാണ്. അവിടുത്തെ യുവാക്കളൊക്കെ തന്നെ തൊഴിൽ കിട്ടി തൊഴിലിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ ആയുധങ്ങൾ എടുത്ത് ഈ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പുനർവിചിന്തനം നടത്തി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കാനും സുരക്ഷിതമായി ജീവിക്കാനുള്ള തൊഴിലും നൽകാൻ ഈ രാജ്യത്തിന്, ഈ കേന്ദ്ര സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചതോടെ അവർ രാജ്യത്തിനെതിരെ ആയുധമെടുക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, അതിർത്തി കടന്നുള്ള പാക് സ്പോൺസേർഡ് ഭീകരവാദത്തിന് കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള പരിപാടികളിലൂടെ നൽകിയതിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള സഹായവരവും കുറഞ്ഞിട്ടുണ്ട്. അതോടെ കശ്മീർ ശാന്തമാവുകയാണ് എന്നൊരു കോൺഗ്രസ് നേതാവ് മലയാളി ശശി തരൂർ കശ്മീർ സന്ദർശിച്ച ശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അത് കോൺഗ്രസിന് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്കെപ്പോഴും രാജ്യം കത്തുന്നു എന്ന് രാജ്യത്തിനകത്തും പുറത്തും പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നതാണ് വസ്തുത. അവരുടെ യുവരാജാവിന് ഭാവി പ്രധാനമന്ത്രി എന്ന പദവിയിൽ നിന്നും പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ നടന്നേ തീരൂ. ശരിക്കും ഈ യാഥാർത്ഥ്യത്തിന് നേർക്ക് കണ്ണടച്ച് പിടിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട രാഹുൽജി, ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്താൽ മാത്രമേ പ്രധാനമന്ത്രി, അത് 2029-ലെയും 31-ലെയും കാര്യമൊക്കെ വിടരും, അതിനുശേഷമെങ്കിലും പ്രധാനമന്ത്രിയാവണമെങ്കിൽ അത് മാത്രമേ പോംവഴിയുള്ളൂ. കുറുക്കു വഴികളില്ല രാഷ്ട്രീയത്തിൽ. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതായത് കുറച്ച് നമ്മുടെ പ്രിയ പ്രേക്ഷകർ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ യൂട്യൂബിൽ കമന്റുകൾ ഇടുന്നത് കാണുകയുണ്ടായി. നമ്മൾ മനഃപൂർവ്വമാണ് ആ CJPയുടെ സമരം അത് ഏറ്റവും അവസാനത്തേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. കാരണം ഇവിടെ സാധാരണ ഈ SFIയുടെയൊക്കെ ഒരു സമരം നടക്കുമ്പോൾ പോലും, സാധാരണ SFIക്കാണ് ഡൽഹിയിൽ ഒരു സമരം നടത്തിയാൽ 4 ആൾ പോലും തികച്ചെടുക്കാനില്ലാത്ത സാഹചര്യമുള്ളത്. അത് യാഥാർത്ഥ്യവുമാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവമാണ്. CPM നടത്തിയാലും അങ്ങനെ തന്നെയാണ്. MA ബേബിയും ആ പാർട്ടി ഓഫീസിലുള്ള കുറച്ച് ആളുകളുമാണ് കാണുന്നത്. അത്ര പോലും ആളുകളെ സംഘടിപ്പിക്കാൻ ശേഷിയില്ലാതെ ജന്തർ മന്ദറിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സമരത്തെക്കുറിച്ച് എങ്ങനെയാണ് ആദ്യം തന്നെ ഈ വാർത്ത ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്നതാണ്. അത് മാത്രമല്ല, അവരുടെ സമുന്നത നേതാവ് അഭിജിത്ത് ദീപ്കെ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. സ്വയം ഭഗത് സിംഗ് എന്നാണ് അയാൾ പറയുകയുണ്ടായത്. പക്ഷേ ഭഗത് സിംഗ് ഒക്കെ ഇങ്ങനെയാണോ ഒരു സമരം നയിച്ചത്? ഒരു സമരം നയിക്കേണ്ടത് ഇങ്ങനെയാണോ? ക്രിക്കറ്റും കളിച്ച് 4 ആൾ മാത്രം കൂടുന്നിടത്ത്. അതിനാൽ തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെക്കുറിച്ച് അധികം കാര്യമായി വാർത്ത കൊടുക്കാഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി, അതിനാൽ വാർത്ത ഉൾക്കൊള്ളിക്കാതിരിക്കാൻ സാധിച്ചില്ല. SFIയും ഐസയും അതോടൊപ്പം AISFും ഒക്കെ ഉൾപ്പെടുന്ന സംഘടനകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് കുറച്ച് ഈ വിഘടനവാദ സ്വഭാവമുള്ള തീവ്ര ഇടത് സംഘടനകളും അക്കൂട്ടത്തിലുണ്ട്. അതാണ് ഐസ പോലെയുള്ള സംഘടനകൾ. അതിൽ നേതൃനിരയിൽ SFIയുടെയൊക്കെ നേതൃനിരയിലുള്ളവരുമായി CJP നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പുറമെ NDA പിരിച്ചുവിടണമെന്ന മുദ്രാവാക്യവും പ്രതിഷേധത്തിൽ ഉയർത്തണമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വാർത്ത. അപ്പോൾ ഇന്നും ഇനി അങ്ങോട്ട് ഈ ഡൽഹിയിലെ SFI, ഐസ, AISF, തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെയുള്ളവരുടെ പിന്തുണയോടെയാണ് ഇനി ഈ സമരം മുന്നോട്ട് പോകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഐസയുടെ നേതാവ് ഒരു പെൺകുട്ടിയാണ്, JNUവിലുള്ളതാണ്. അവിടെ നിന്നും മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെയുള്ള വിഘടനവാദികളുടെ പ്രതികരണം ബൈറ്റ് ജനം TV പോലെ ഒരു ദേശീയ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന, ദേശീയതയെ പിന്തുണയ്ക്കുന്ന ചാനൽ എടുക്കില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് ആ ബൈറ്റ് ഞങ്ങൾ എടുക്കാതിരുന്നത്. അവർ പറയുന്നത് ഷർജീൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും പോലെയുള്ള കൊടും ഭീകരവാദികളെ തുറന്നു വിടണം എന്നുള്ളതാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഐസയുടെയൊക്കെ നേതാക്കൾ പറയുകയുണ്ടായത്. അപ്പോൾ ഈ സമരത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പ്രിയ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഈ രാജ്യത്തെ കലാപത്തിന് ശ്രമിച്ച ഷർജീൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ട് ഐസ പോലെയുള്ള സംഘടനകൾ വരുന്നു. SFIക്ക് വേറെ ചില ആവശ്യങ്ങൾ, AISFന് മറ്റു ചില ആവശ്യങ്ങൾ, തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് അവരുടേതായ ആവശ്യങ്ങൾ. ഇതൊക്കെ ചേർന്ന് ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം എന്ന് പറയുന്നത്. ഇനി അതിലും ഗതികേട് അഭിജിത്ത് ദീപ്കയുടെ കാര്യമാണ്. അയാൾ വന്നിറങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. ആദ്യത്തെ സമരം നടത്തിയപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. പിന്നീട്
ഇപ്പോൾ തൊട്ടടുത്ത് ഈ സമരം നടക്കുമ്പോഴും ഡൽഹി പോലീസ് നിയമം ലംഘിച്ച് സമരം ചെയ്യുമ്പോൾ ഇടപെടുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അയാൾ വിചാരിച്ചു. പക്ഷേ ഡൽഹി പോലീസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഒരു കോൺസ്റ്റബിൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യൂ, ഞാനൊന്ന് തിരിച്ചു പോയിക്കോട്ടെ എന്ന അവസ്ഥയിലാണ് ഈ അഭിജിത്ത് ദീപ് കെ. എന്തായാലും ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് ഈ ഡൽഹിയിലെ കൊടുംചൂടിൽ കുറച്ച് ദിവസം അവിടെ കിടന്നിട്ട് പോയാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കോമഡി പരിപാടി, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കോമഡി പരിപാടി പ്രിയ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഈ പ്രോഗ്രാം, ഈ സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഡൽഹിയിൽ ജനം TV ഡൽഹിയിലെ ഡൽഹി ബ്യൂറോ നമ്മുടെ ഇവിടുത്തെ മുഴുവൻ മലയാളി വിഭാഗത്തെയും മലയാളികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു വാർത്തയാണ്. അതായത് സാമൂഹിക നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭന്റെ സ്മരണാർത്ഥം NSS ഡൽഹി യൂണിറ്റ് രാജ്യ തലസ്ഥാനത്ത് മന്നം പ്രതിമയും മന്നം സ്മൃതി മണ്ഡപത്തിന്റെയും നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. 2026 ജൂലൈ 12 രാവിലെ 11 മണിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മന്നം പ്രതിമ അനാച്ഛാദനവും മന്നം സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദ്വാരക മന്നം ഇന്റർനാഷണൽ സെന്ററിലാണ് ഈ പരിപാടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. മന്നത്തിന്റെ സ്മരണയ്ക്കായി എല്ലാവർക്കും വിവേചനമില്ലാതെ തുറന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡപം നിർമ്മിക്കാനുള്ള ശ്രമവും തുടരുകയാണ് എന്നതാണ് ആ വാർത്ത. ഇതിന്റെ ഡൽഹി NSSന്റെ തലപ്പത്തുള്ള MGK പിള്ളൈ സാർ ജനം TVയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു കാരണവരെ പോലെയൊക്കെയാണ്. ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് പിന്തുണ നൽകാറുള്ള വ്യക്തിയാണ്. അതോടൊപ്പം അതിൻ്റെ തന്നെ മറ്റൊരു ചുമതലക്കാരനായ ജയപ്രകാശി നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അവരുടെ ഈ പുതിയ സംരംഭത്തിന്, ഈ പുതിയ നീക്കത്തിന് എല്ലാ പിന്തുണയും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ അടുത്ത പെരുന്നയിൽ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളും ഭരണഘടനാ ചുമതല വഹിക്കുന്നവരുമൊക്കെ പോയ സമയത്ത് അത്ര ശുഭകരമല്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നൊരു വാർത്തകൾ കൂടി അടുത്ത് പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപിയും CV ആനന്ദബോസ് സാറും അതോടൊപ്പം നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻജിയും ഒക്കെ അവിടെ ചെന്നപ്പോൾ അകത്തേക്ക് പ്രവേശനം കിട്ടിയില്ല എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഡൽഹിയിലെ ഈ മന്നം സമാധി അതോടൊപ്പം പ്രാർത്ഥനാ മണ്ഡപമൊക്കെ വരുമ്പോൾ അതിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവർക്കും അവിടെ എത്തുന്നതിനും അതിൽ പങ്കാളികളാകുന്നതിനും അവിടെ കയറുന്നതിനുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ MGK പിള്ളൈ സാറിനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുഴുവൻ പേർക്കും എല്ലാ പിന്തുണകളും ആശംസകളും ഈ ഘട്ടത്തിൽ നേരുകയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഈ സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയവും കൂടി ആയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ജനം TVയിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാം. ഒപ്പം ഈ യൂട്യൂബിൽ അത് അഭിപ്രായങ്ങളായി കമന്റ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരു ചെറിയ അറിയിപ്പ് കൂടി, എല്ലാ ദിവസവും രാത്രി 9:30 ആ ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും കോർത്തിണക്കി സമഗ്രമായ ഒരു ബുള്ളറ്റിൻ, അരമണിക്കൂർ ബുള്ളറ്റിൻ രാത്രി 9:30 നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നേഷൻ പ്ലസ് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകരും ആ നേഷൻ പ്ലസ് കൂടി കണ്ട് പൂർണ്ണമായ പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അതിനറിയിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ നേഷൻ പ്ലസുമായി ഇന്ന് രാത്രി വീണ്ടും കാണാം. നേഷൻ ഫസ്റ്റുമായി നാളെ ഇതേ സമയത്ത് വീണ്ടും എത്തുകയും ചെയ്യും. അതുവരേക്കും വിട.